ഹലോ, നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത് മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞാൽ ലീഡ് കോഡ് ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ്. ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അറേ, ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ആൻ ഇൻറ്റിജർ അറേ നംസ്, ഫൈൻഡ് ദി സബ് അറേ വിത്ത് ദി ലാർജസ്റ്റ് സം ആൻഡ് റിട്ടേൺ ഇറ്റ്സ് സം. സബ് അറേ അവർ ഡിഫൈൻ ചെയ്തേക്കുന്നത് കണ്ടിഗ്യുവസ് നോൺ എംപ്റ്റി സീക്വൻസ് ഓഫ് എലമെന്റ്സ് വിത്തിൻ ആൻ അറേ. ഈ പ്രോബ്ലത്തിൽ നമ്മൾ കഡെയ്ൻസ് അൽഗോരിതം എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ മോസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം. ഈ ഒരു വീഡിയോ നമ്മൾ 4 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് കുറച്ച് എക്സാമ്പിളിൽ കൂടെ തറവായിട്ട് മനസ്സിലാക്കാം. രണ്ടാമത് സൊല്യൂഷൻ 1 ആൻഡ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡും ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട്. ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സൊല്യൂഷൻ 2 ആയിട്ട് ക്വാഡ്രാറ്റിക് മെത്തേഡ്, അതിൻ്റെയും ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ സൊല്യൂഷൻ 3 നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കഡെയ്ൻസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഇനി പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ അറേ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്സാമ്പിൾ ഇട്ടെടുത്തേക്കുന്ന അറേ എന്ന് പറയുന്നത് നംസ് -2, -3, 4, -1, -2, 1, 5, -3 ഇങ്ങനെ ഒരു അറേ ഉണ്ടെന്ന് ഇരിക്കട്ടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് സബ് അറേ എടുത്താലാണ് നമുക്ക് ലാർജസ്റ്റ് സമ്മ് കിട്ടുമെന്നാണ്. അപ്പോൾ സബ് അറേ എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള എലമെൻറ്റ്സ് വരുന്ന ഒരു അറേ. അതായത് -2 എന്ന് പറയുന്നത് ഒരു സബ് അറേ ആണ്, -2, -3 എന്ന് പറയുന്ന ഒരു സബ് അറേ ആണ്, -2, -3, -4 എന്ന് പറയുന്നത് ഒരു സബ് അറേ ആണ്, -2, -3, 4, -1 എന്ന് പറയുന്നത് വേറൊരു സബ് അറേ ആണ്, പിന്നെ -2, -3, 4, -1, -2 എന്ന് പറയുന്നത് ഒരു സബ് അറേ ആണ്. അങ്ങനെ -2, -3, 4, -1, -2, 1, 5, -3 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ അറേ എടുത്താലും അതും ഒരു സബ് അറേ ആണ്. അപ്പോൾ സബ് അറേ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം ഈ എലമെൻറ്റ്സ്. നമ്മുടെ പാരൻ്റ് അറേ തന്നിരിക്കുന്ന അറേയിലെ എലമെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചായിരിക്കും നമ്മൾ സബ് അറേ ഉണ്ടാക്കേണ്ടത്. പിന്നെ അതൊരു എംപ്റ്റി ആയിട്ടുള്ള ഒരു അറേ ആവാനും പാടില്ല. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കുറേ സബ് അറേസ് ഉണ്ടാക്കാം. ആദ്യത്തെ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അതുപോലെ -3 എന്ന് പറയുന്ന ഒരു സബ് അറേയാണ്, -3, 4 എന്ന് പറയുന്ന ഒരു സബ് അറേയാണ്, -3, 4, -1 എന്ന് പറയുന്ന ഒരു സബ് അറേയാണ്, അതുപോലെ -3, 4, -1, -2 എന്ന് പറയുന്ന സബ് അറേയാണ്. അങ്ങനെ അതിൽ നിന്നും നമുക്ക് കുറേ സബ് അറേസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ സബ് അറേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സബ് അറേ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇനി സബ് സീക്വൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അതും ഒരു സബ് അറേ തന്നെയാണ്, പക്ഷേ അതിൽ കണ്ടിന്യൂസ് ആവണമെന്നില്ല. അതായത് ഇപ്പോൾ -2, -3, -1, -3 ഇപ്പോൾ ഇതിൽ നമ്മൾ ചില എലിമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ -2, -3, -1, -3 ഇങ്ങനെ ചില എലിമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇത് സ്കിപ്പായി പോയി അങ്ങനെ നോൺ കണ്ടിന്യൂസ് ആണ് സബ് സീക്വൻസിലുള്ള എലിമെൻറ്റ്സ്. അപ്പോൾ അതാണ് സബ് അറേയും സബ് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പറഞ്ഞാൽ നമ്മൾ 3 മെത്തേഡ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡാണ്. അതിനെ ഇവിടെ ക്യൂബിക് മെത്തേഡ് എന്ന് നമ്മൾ പറയും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ക്വാഡ്രാറ്റിക് മെത്തേഡാണ്. അത് ആദ്യത്തെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിനേക്കാളും ബെറ്ററാണ്, പക്ഷേ സബ് ഒപ്റ്റിമലാണ്, ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് മെത്തേഡ് അല്ല. ഇനി ലാസ്റ്റ് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് മെത്തേഡാണ് നമ്മുടെ കഡെയ്ൻസ് അൽഗോരിതം എന്ന് പറയുന്നത്. അതൊരു ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ ഭാഗമൊക്കെയാണ്. അതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടൈമും സ്പേസ് കോംപ്ലക്സിറ്റിയും അതുപോലെ ഈ മെത്തേഡ്സ് വെച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ അറേ -2, -3, 4, -1, -2, 1, 5, -3 എന്ന് പറഞ്ഞാൽ ഒരു അറേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എലിമെൻറ്റ് എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ടുള്ള എല്ലാ സബ് അറേസും ഫോം ചെയ്ത് ഓരോന്നിൻ്റെയും സം ചെയ്ത് വെക്കും. ഇപ്പം -2 വെച്ചിട്ടാണെങ്കിൽ നമുക്ക് -2 എന്ന് പറഞ്ഞൊരു സബ് അറേ ഉണ്ടാക്കാം. അതുപോലെ -2, -3 എന്ന് പറഞ്ഞ ഒരു സബ് അറേ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് -2 തന്നെ, ഇതിൻ്റെ സം എന്ന് പറയുന്നത് -5 തന്നെ നമ്മുടെ സബ് അറേ. ഇനി അടുത്തത് -2, -3, 4 എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് -1 ആണ്. ഇനി അടുത്ത സബ് അറേ എന്ന് പറയുന്നത് -2, -3, 4, -1 ആണ്. അപ്പം ഇതിൻ്റെ സം എന്ന് പറയുന്നത് -2 ആണ്. ഇനി അടുത്ത സബ് അറേ എന്ന് പറയുന്നത് -2, -3, 4, -1, -2. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഇനി അടുത്തത് -2, -3, 4, -1, -2, 1. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് -3 ആണ്. ഇനി അടുത്തത് -2, -3, 4, -1, -2, 1, 5, 2 ആണ്. -2, -3, 4, -1, -2, 1, 5, -3 ഇതിൻ്റെ സം എന്ന് പറയുന്നത് -1 ആണ്. അപ്പം ഇതിപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് വെച്ചിട്ടുള്ള സബ് അറേയും പിന്നെ അതിൻ്റെ സം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതുപോലെ നമ്മൾ അടുത്ത എലമെൻറ്റ് എടുക്കണം, പിന്നെ അത് വെച്ചിട്ടുള്ള സബ് അറേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും സമ്മ് ചെയ്യണം.
എന്നിട്ട് ഈ സമകളിൽ നിന്ന് വേണം നമ്മൾ ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന സമ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യം ഒരു എലമെൻറ്റ് എടുക്കണം, എന്നിട്ട് അത് വെച്ച് നമ്മൾ ഓരോ സബ് അറേസ് ഫോം ചെയ്യണം. അതിനുശേഷം അതിൽ വീണ്ടും സമ്മും ചെയ്യണം. അപ്പോൾ 3 സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യൂബിക് ടൈം കോംപ്ലക്സിറ്റി വരുന്ന ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് n ക്യൂബാണ്. കാരണം ആദ്യം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഐ നിന്നാണ് ഈ പോയിന്ററിനെ നെയിം ചെയ്തേക്കണമെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഓരോരോ സബ് അറേസ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ ജെ ഐട്രേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം, ഓരോ സബ് അറേസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ 3 ലൂപ്പിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ സ്യൂഡോ കോഡും കൂടി എഴുതാം, അപ്പോൾ കുറച്ചും കൂടി നമുക്കത് മനസ്സിലാവും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മാണ് ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മാക്സി എന്ന് പറഞ്ഞൊരു മാക്സി സം എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് ഞാൻ -∞, കാരണം ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാർജസ്റ്റ് സമ്മാണ്. അപ്പോൾ -∞ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് സം എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് -∞ എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യണേ, ആദ്യത്തെ എലമെൻറ്റ് ചൂസ് ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് 0th പൊസിഷൻ തുടങ്ങി ലാസ്റ്റ് ഇൻഡെക്സ് വരെ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫോർ ലൂപ്പ് എഴുതും. ഫോർ I in the range 0 to length of n. ഇത് ഞാൻ ഓരോ പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ -2 എടുക്കണം, പിന്നെ അത് വെച്ചുള്ള സബ് അറേ അതിനാണ് നമ്മൾ j എഴുതണം. അപ്പോൾ അതിനു വേണ്ടി ഫോർ j = I തുടങ്ങി എൻഡ് വരെ ജെയും നമ്മൾ ഇറ്ററേറ്റ് ചെയ്യും. അതായത് നമ്മളിവിടെ ആദ്യം -2 എടുത്തു. അതിനുശേഷം നമ്മൾ -2 തുടങ്ങിയുള്ള ഓരോ എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് ഒരു സബ് അറേസ് ഉണ്ടാക്കി. അപ്പോൾ ആദ്യം -2 മാത്രമായിരുന്നു, പിന്നെ ജെ നീങ്ങി -3ലേക്ക് എത്തുമ്പോൾ -2 -3 എന്ന് പറഞ്ഞ സബ് അറേയും, അതിനുശേഷം ജെ നീങ്ങി 4ലേക്ക് എത്തുമ്പോൾ -2 -3 4 എന്ന് പറഞ്ഞ വേറെ സബ് അറേയും, അങ്ങനെ ജെ -3ലെത്തുമ്പോൾ -2 -3 4 -1 -2 1 5 -3 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സബ് അറേ ഉണ്ടാവും -2 വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ -3ലേക്ക് എത്തും. ഇനി -3 വെച്ച് നമ്മൾ ഇതുപോലെ സബ് അറേസ് ഉണ്ടാക്കും. അപ്പോൾ ചെയ്യും -3 തുടങ്ങി ഈ ലാസ്റ്റത്തെ -3 വരെയുള്ള ഓരോ സബ് അറേസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ ഐൻ്റെ ഇറ്ററേഷനും ജെയിൻ്റെ ഇറ്ററേഷനും. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സബ് അറേസിൽ നിന്ന് ഇത് സം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു സബ് അറേ എഴുതണം. അതിനു മുമ്പ് നമുക്ക് കറണ്ട് സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഇനീഷ്യേറ്റ് ചെയ്യാം. ഇത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടാണ്. അതായത് നമ്മൾ ഓരോ സബ് അറേയും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം, അടുത്ത സബ് അറേ ഉണ്ടാക്കണോ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് ഫൈനലി എന്നിട്ടാണ് കിട്ടേണ്ടത് ലാർജസ്റ്റ് സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കറണ്ട് സമ്മ് 0 ഇനീഷ്യേറ്റ് ചെയ്യുമെങ്കിലോ ഓരോ സബ് അറേ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സമ്മോട് കണ്ടുപിടിച്ച് ഇത് അപ്ഡേറ്റ് ആയിക്കോളും. എന്നിട്ട് അതും നമ്മൾ ഈ മാക്സിമം സം -∞ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ, ഇത് രണ്ടും കൂടിയും കമ്പയർ ചെയ്തിട്ട് ഇതിൽ മാക്സിമം വരുന്ന വാല്യൂ എടുത്ത് മാക്സിമം സമ്മിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കറണ്ട് സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഓരോ സബ് അറേസിൻ്റെയും സം കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഫോർ k = I to j, തുടങ്ങി j വരെയുള്ള -2ൽ ജെയും -2ലാണെങ്കിൽ ഇങ്ങനൊരു സബ് അറേ വരും. അപ്പോൾ അതിൻ്റെ സം എന്ന് -2 തന്നെ. ഇനിയിപ്പോൾ -2ലും j -3ലും ആണെങ്കിൽ അതിൻ്റെ സബ് അറേ എന്ന് പറഞ്ഞാൽ -2 -3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് k ഫ്രം I to j എന്ന് എഴുതിയേക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ സം ഈക്വൽ ടു എന്ന് പറയുന്നത് കറണ്ട് സം ഈക്വൽ ടു എന്ന് പറയുന്നത് ആ ഓരോ എലിമെൻസിൻ്റെയും സം എടുക്കുമ്പോഴാണ്. അപ്പോൾ -2 + -3 അങ്ങനെയാണ് നമ്മൾ കറണ്ട് സം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് മാക്സിമം സമ്മാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സി സമ്മിൻ്റെയും അതുപോലെ കറണ്ട് സമ്മിൻ്റെയും ഇതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതോ അപ്പോൾ അത് മാത്സ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കും. ലാർജസ്റ്റ് വാല്യൂ ഏതോ അത് വെച്ച് നമ്മൾ മാക്സി സം അപ്ഡേറ്റ് ചെയ്യും. -∞ നിന്ന് ഇച്ചിരി കൂടി നല്ല ലാർജസ്റ്റ് വാല്യൂ വരുമ്പോൾ അത് അപ്ഡേറ്റ് ആയിപ്പോകും. ഇത് വേഴ്സ്റ്റ് കേസ് ആണ്. അപ്പോൾ ഇതിന് 0 ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കാം. അത് നമ്മുടെ ഈ ലൂപ്പിങ്ങും ഇറ്ററേഷനും അനുസരിച്ച് അപ്ഡേറ്റ് ആയി വന്നോളൂ. ഇതാണ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞു O(n³ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്. കാരണം നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും ഉപയോഗിക്കണില്ല.
അപ്പം ഇൻ്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂ ചോദിക്കും ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഭയങ്കര കൂടുതലാണ്, പിന്നെ ഇങ്ങനെ ഓരോന്ന് സബ് അറേ ഫോം ചെയ്ത് സമയയിലൊക്കെ ഭയങ്കര പണിയാണ്, നിങ്ങൾക്ക് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുക, അതാണ് ക്വാഡ്രാറ്റിക് മെത്തേഡ്. അതിൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും വരും, ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് ക്വാഡ്രാറ്റിക് സൊല്യൂഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ക്യൂബിക് മെത്തേഡ് വെച്ച് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഐ ലൂപ്പ് ചെയ്യണം, ജെ വെച്ചിട്ട് അടുത്ത ലൂപ്പ് ചെയ്യണം, കെ വെച്ച് അടുത്ത ലൂപ്പ് ചെയ്യണം, സം ചെയ്യാൻ. അപ്പോൾ ഇതൊരു പ്രാന്ത് പിടിച്ച മെത്തേഡാണ്. നമ്മൾ ക്വാഡ്രാറ്റിക് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൊരു ലൂപ്പിംഗ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ജെൻ്റെ ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സം ഇനീഷ്യേറ്റ് ചെയ്തത്, എന്നിട്ട് ഓരോ സബ് അറേ ഫോം ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ക്വാഡ്രാറ്റിക് മെത്തേഡിൽ നമ്മൾ ഇത്തിരി കൂടി ബുദ്ധി ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജെ ലൂപ്പിന് മുമ്പ് തന്നെ സമ്മ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മളപ്പോൾ ജെ ലൂപ്പിന് മുമ്പ് തന്നെ സം ഇനീഷ്യേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജെ ഐട്രേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ സമ്മും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ കെയിൻ്റെ ലൂപ്പിങ് അവോയ്ഡ് ചെയ്യാം. ജെ എന്ന് പറഞ്ഞാൽ 2 ലൂപ്പിൽ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓഫ് എൻ സ്ക്വയർ ആണ്, സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1 തന്നെയാണ്. കമ്പയർഡ് ടു ക്യൂബിക് മെത്തേഡ് അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് മെത്തേഡാണ് ഇത്തിരി കൂടി ഒപ്റ്റിമൈസ്ഡ്. പക്ഷേ എന്നാലും ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ സ്ക്വയർ ആയതുകൊണ്ട് മിക്കവാറും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഇത്തിരി കൂടി ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് കർദെയിൻസ് അൽഗോരിതം, ഇതാണ് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. അതിലേക്ക് പോകണം. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ അറേ ആയിട്ട് എടുത്തേക്കണ ഇൻപുട്ട് അറേ -2 -3 4 -1 -2 1 5 -3 എന്ന് പറഞ്ഞാൽ ഒരു അറയാണ്. കറന്റ് സം എന്ന് പറഞ്ഞാൽ 0 ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തു. നമ്മുടെ ആദ്യത്തെ എലിമെൻറ്റ് ഈ അറയിലുള്ളത് ഒരു നെഗറ്റീവ് നമ്പറാണ്, -2. അപ്പം അത് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു അറേ ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് -2 തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത എലിമെൻ്റായ -3, അതും ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പം അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് -5 ആണ്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് നമ്മുടെ അറേയിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ലാർജസ്റ്റ് സമ്മാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ സമ്മ് കുറയുള്ളൂ, കൂടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എലിമെൻറ്റ് -3 ആയിരുന്നപ്പം -5 എന്ന് പറഞ്ഞാൽ ഒരു സമ്മാണ് കിട്ടിയത്. അത് ഈ -2 ചെറുതാണ്. അപ്പോൾ നമ്മൾ ഒരു ബുദ്ധിക്ക് ഒരു 3 എടുത്താണ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാണ്, എന്നിട്ട് നമ്മളത് 0 ആയിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ -2 കണ്ടാലും നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് അതിന് പകരം നമ്മളത് 0 ആയിട്ട് എടുക്കണം. കാരണം -2 ഉണ്ടായാലും ഇല്ലെങ്കിലും അടുത്ത എലിമെൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള സബ് അറേയിൽ വരുമ്പോൾ അത് ഇത്തിരി കൂടി വേഴ്സ്റ്റ് സമ്മാണ് നമുക്ക് തരണം, ലാർജസ്റ്റ് സമ്മല്ലായിരിക്കും നമുക്ക് തരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എലിമെൻ്റായി -2 എടുത്തിട്ട് നമ്മൾ ഒരു അറേ ഉണ്ടാക്കി. അപ്പോൾ നമുക്കത് കാര്യമില്ല, നമ്മളത് 0 ആക്കി. അതിന് നമ്മൾ പുതിയ അറേ സ്റ്റാർട്ട് ചെയ്യാണ്, കാരണം ഇതൊരു നെഗറ്റീവ് നമ്പറാണ്, നമുക്കിത് കളയാം. ഇനി അടുത്ത എലിമെൻറ്റ് -3, ഇതും ഒരു നെഗറ്റീവ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് വേണ്ട, ഇതും ഞാൻ 0 ആയിട്ട് തന്നെ എടുക്കണം. ഇനി അടുത്തത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അറേയിലേക്ക് എടുക്കും. അപ്പോൾ ഇത് നമ്മൾ എടുക്കണില്ല, ഇത് എടുക്കണില്ല, ഇത് ഞാൻ എൻ്റെ അറേയിലേക്ക് എടുക്കും. അപ്പോൾ കറണ്ട് സം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 0ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ആയിട്ട് അപ്ഡേറ്റ് ആവും. ഇനി നമ്മൾ മാക്സി സം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് -∞ ആണെങ്കിലും ശരിക്കും നമ്മളിത് അപ്ഡേറ്റ് ചെയ്യണത് നമ്മുടെ കറൻ്റ്ലി ഉള്ള മാക്സി സമ്മിൻ്റെയും കറണ്ട് സമ്മിൻ്റെയും ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിൽ മാക്സിമം വരുന്ന വാല്യൂ ആണ് നമ്മൾ മാക്സി സമ്മിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം കറൻ്റ്ലി നമ്മുടെ കറണ്ട് സം 4ഉം മാക്സി സം -∞ ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം വരുന്നതെന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതും അപ്ഡേറ്റ് ചെയ്യും 4 ആയിട്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ട് മാക്സിമം സം എന്ന് പറയുന്നത് 4 ആണ് ഈ ഒരു അറേയിൽ നിന്ന് ഫോം ചെയ്യണത്. പിന്നെ നേരത്തെ നമ്മളൊരു പോയിന്റ് പറഞ്ഞു, നമുക്ക് നെഗറ്റീവ് എലിമെൻറ്റ്സ് വരാണെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും. കാരണം നെഗറ്റീവ് എലിമെൻറ്റ്സ് നമ്പേഴ്സ് വരാണെങ്കിൽ സ്റ്റാർട്ടിങ് വിൻഡോയിൽ വരാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ 0 ആയിട്ട് അത് മാറ്റാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് കൂടി ചെയ്താം. നെഗറ്റീവ് നമ്പേഴ്സാണ് നമ്മുടെ വിൻഡോൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരണമെങ്കിൽ നമ്മളത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത എലിമെൻ്റായ -1 ഇട്ട് നോക്കി. അപ്പം 4 എന്ന് പറയുന്നതിന് ഇപ്പോൾ പുതിയ സബ് അറേ എന്ന് പറയുന്നത് 4ഉം -1, ഇതിൻ്റെ സം എന്ന് പറയുന്നത് 3 ആണ്. ആക്ച്വലി ഇവിടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമ്മ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ കറണ്ട് സം എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആണ്. അപ്പോൾ മാക്സിമം സം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെയും കമ്പയർ ചെയ്തിട്ട് വലിയ ഇതാണ്. അപ്പോൾ 4ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ 4 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അപ്ഡേറ്റ് ചെയ്യണ്ട.
കാരണം കറണ്ട് സം ഇതിനേക്കാൾ ചെറുതാണ്, 3 ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമ്മുടെ സബ് അറേ എന്ന് പറയുന്നത് 4 - 1 -2. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വീണ്ടും കുറഞ്ഞു. അപ്പോൾ കറണ്ട് സം ഇപ്പോൾ 1 ആയി. മാക്സിമം സം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം 4 ആണ് 1നേക്കാളും ഗ്രേറ്റർ. ഇനി നമ്മൾ അടുത്തത് ഇവിടെ ഇപ്പോൾ -1 -2 വന്നപ്പോൾ നമ്മൾ ഇതുപോലെ 0 ആക്കില്ല. കാരണം നമുക്ക് ഇതിന് മുമ്പ് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഗുണം ചെയ്താലോ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിനൊന്നും 0 ആക്കണില്ല. നമുക്ക് നോക്കാം. ഇനി അടുത്ത എലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മുടെ സബ് അറേ എന്ന് പറയുന്നത് 4 - 1 -2 1. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ വന്നപ്പോൾ സം വീണ്ടും കൂടി. അപ്പോൾ കറണ്ട് സം 2 ആയി. കമ്പയർഡ് ടു മാക്സിമം സം കറണ്ട് സം ലെസ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം സം 4 തന്നെയാണ്, അപ്ഡേറ്റ് ചെയ്യാനില്ല. ഇനി അടുത്തത് വലിയൊരു പോസിറ്റീവ് നമ്പർ വന്നു 5. അപ്പോൾ നമ്മുടെ സബ് അറേ എന്ന് പറയുന്നത് 4 - 1 -2 1 5. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 7 ആയി. അപ്പം കറണ്ട് സം 7 ആയി. നമ്മൾ കമ്പയർ ചെയ്യാണ് കറണ്ട് സമ്മും മാക്സിമം സമ്മും. ഇത് വലുതായതുകൊണ്ട് നമ്മൾ മാക്സിമം സം അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് കളയാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഗുണമുണ്ടായി. കാര്യം ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു പോസിറ്റീവ് നമ്പേഴ്സൊക്കെയും ആയപ്പോൾ നമുക്ക് ഇടയിൽ പറഞ്ഞ നെഗറ്റീവ് നമ്പേഴ്സ് കളയാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗുണം ചെയ്യുന്ന സബ് അറേ കിട്ടി. ഇത് നമുക്ക് ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തത് -3 ആണ്. അപ്പം 4 - 1 -2 1 5 -3 എന്ന് പറഞ്ഞൊരു സബ് അറേ. ഇപ്പോൾ ടോട്ടൽ സം 4 ആണ്. കറണ്ട് സം 4 ആയിട്ട് മാറി. കമ്പയർഡ് ടു മാക്സിമം സം ഇത് ചെറുതായി നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ റിസൾട്ടിൽ 7 ആണ് മാക്സിമം സം. അപ്പം അത് വരുത്തുന്ന സബ് അറേ എന്ന് പറയുന്നത് 4 - 1 2 1 5. 4 - 1 2 1 5. ഇതാണ് നമുക്ക് വേണ്ട അറേ, നമുക്ക് വേണ്ട സബ് അറേ. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഓരോ എലിമെൻ്റ് എടുത്തിട്ട് ഐ ലൂപ്പും ജെ ലൂപ്പും കെ ലൂപ്പും ഒന്നും ഉണ്ടാക്കണില്ല. ഡയറക്റ്റ് നമ്മൾ നെഗറ്റീവ് ആണോ നോക്കണു, അത് 0യിലേക്ക് മാറ്റണു. പിന്നെ ഓരോന്നിൻ്റെ സം എടുത്ത് നോക്കണു, നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ആലോചിക്കണു. മാക്സിമം സം കിട്ടുന്നതിൻ്റെ കറസ്പോണ്ടിങ് അറേ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആണ്. മറ്റേടത്ത് O(n)³ ക്വാഡ്രാറ്റിക്കൽ O(n)² ആയിരുന്നു. ഇതിൻ്റെ കുറേയും കൂടി ഒപ്റ്റിമൈസ് ആയി O(n) ആയി. സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്. കാരണം 3 മെത്തേഡിൽ നമ്മൾ എക്സ്ട്രാ സ്പേസിങ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കഡെയിൻസ് അൽഗോരിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ CO കോഡാണ് ഞാനിവിടെ എഴുതിയേക്കണം. മാക്സിമം സം എന്ന് പറഞ്ഞ് നമ്മൾ -∞ ഇനീഷ്യേറ്റ് ചെയ്തു. കറണ്ട് സം എന്ന് പറഞ്ഞ് 0 ഇനീഷ്യേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഐ ലൂപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് O(n) ആണ് ടൈം കോംപ്ലക്സിറ്റി. ഒരു പ്രാവശ്യമെങ്കിലും അറേ കൂടെ പാസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു ഐ ലൂപ്പ് എഴുതുന്നുണ്ട്, അതിൻ്റെ ഫോർ ലൂപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ ഓരോ സബ് അറേയിൽ സം എടുക്കണം. ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യണതനുസരിച്ച് നമ്മൾ സബ് അറേയിൽ ഓരോ എലിമെൻ്റ് ആഡ് ചെയ്യണതനുസരിച്ച് നമ്മൾ കറണ്ട് സം അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മാക്സിമം കറണ്ട് സമ്മും മാക്സിമം സമ്മും കമ്പയർ ചെയ്തിട്ട് മാക്സിമം സം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിൽ മാക്സിമം വാല്യൂ ഏതാ വരുന്നത്. കറണ്ട് സം <0 ആണെങ്കിൽ, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് വരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളത് 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് വരാണെങ്കിൽ നമ്മുടെ ലാർജസ്റ്റ് സം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് അത് ഉപകരിക്കണില്ല. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ -2 എന്ന് പറഞ്ഞ സബ് അറേ ഉള്ളപ്പം നമുക്ക് സം -2 ആയിരുന്നു. അപ്പം നമ്മളത് 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എലിമെൻറ്റ് പോയി -3, അവിടെ നിന്നാണ് അടുത്ത വിൻഡോ സ്റ്റാർട്ട് ചെയ്യണം. അതും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതും റിമൂവ് ചെയ്യാണ്. 0 ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞ് പോസിറ്റീവ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ അടുത്ത വിൻഡോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ കളഞ്ഞു, നമുക്കത് ഇനി അത് ഉപകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 4 നിന്നാണ് നമ്മുടെ അടുത്ത സബ് അറേ തുടങ്ങുന്നത്. പിന്നെ ഇവിടെ -1 വന്നെങ്കിൽ നമുക്ക് മുന്നിൽ വലിയൊരു പോസിറ്റീവ് 4 ഉള്ളതുകൊണ്ട് നമ്മൾ ഈ -1ഉം ഈ -2ഉം 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല. പക്ഷെ ലാസ്റ്റത്തെ -3 വന്നപ്പോൾ നമ്മുടെ സമ്മ് കുറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറേയുടെ എലിമെൻസിൻ്റെ ഒരു പോക്കനുസരിച്ച് നമുക്ക് 0 അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ അൽഗോരിതത്തിനാണ് നമ്മൾ കഡെയിൻസ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റത്തെ മെത്തേഡ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. അതിനെ നമ്മൾ കറണ്ട് സം നമ്മൾ 0 ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാണ്. അതുപോലെ മാക്സി സം എന്ന് പറഞ്ഞാൽ നമ്മൾ -∞ ഇനീഷ്യേറ്റ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ എന്തൊരു ചെയ്തത്, നമ്മൾ നമ്മുടെ കറണ്ട് സം <0 ആണോ എന്ന് നോക്കുകയാണ്. ആണെങ്കിൽ നമ്മൾ ആ എലിമെൻറ്റ് 0 ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ എന്നിട്ട് നോക്കിയാൽ, ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയേക്കണ കറണ്ട് സം
മാക്സി സമ്മിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് മാക്സി സം ഈക്വൽ ടു കറണ്ട് സമ്മായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കറണ്ട് സമ്മിലെ വാല്യൂ ആണ് മാക്സി സമ്മിനേക്കാളും വലുതെങ്കിൽ നമ്മൾ മാക്സി സമ്മിലേക്ക് കറണ്ട് സമ്മിലെ വാല്യൂ വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ആ മാക്സി കിട്ടിയേക്കണ മാക്സി സം നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം. ഇനി സൊല്യൂഷൻ 3 വെച്ച് ഇതിൻ്റെ പൈത്തൺ കോഡിങ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ കറണ്ട് സമ്മും മാക്സി സമ്മും ഇനീഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ മാക്സി സം എന്ന് പറഞ്ഞാൽ -∞ ആണ് ഇനീഷ്യേറ്റ് ചെയ്യണം. വേണ്ടി ഫ്ലോട്ട് മൈനസ് ഇൻഫിനിറ്റി ഇത് -∞ ഇനീഷ്യേറ്റ് ചെയ്തോളും. ഇനി അടുത്തത് കറണ്ട് സം എന്ന് പറഞ്ഞാൽ 0 ആണ് ഇനീഷ്യേറ്റ് ചെയ്യണം. ഇതിന് ശേഷം നമ്മുടെ ഐ ലൂപ്പ് ഞാൻ എഴുതാണ്. നമുക്ക് ഞാൻ പറയക്കൂടെ ഒരു പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണല്ലോ ഓരോ എലമെൻറ്റ്സ് കിട്ടാനായിട്ട്. അപ്പോൾ ഫോർ ഐ ഇൻ നംസ് നമ്മൾ 2-3 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം കറണ്ട് സം <0 ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ ഞാൻ കറണ്ട് സമ്മിനെ 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ അടുത്ത വിൻഡോ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് അതിന് തന്നെ എഴുതാം. അതിൻ്റെ കോഡ് ഇഫ് കറണ്ട് സം ഈസ് ലെസ് ദാൻ 0 update current sum as 0. ഇപ്പം ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നെഗറ്റീവ് സമ്മൊക്കെയും നെഗറ്റീവ് നമ്പേഴ്സൊക്കെയും കിട്ടുകയാണെങ്കിൽ നമ്മൾ റീസെറ്റ് ടു 0. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞാൽ നമ്മൾ കറണ്ട് സമ്മിലേക്ക് ഓരോ വാല്യൂസും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം അതിൻ്റെ കൂടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മളത് 0 ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അടുത്ത ഒരു വാല്യൂ തുടങ്ങിയാണ് നമ്മൾ വിൻഡോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഇവിടെ നെഗറ്റീവ് വരുന്നു, ഇവിടെ നെഗറ്റീവ് വരുന്നു, 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അടുത്തത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, കറണ്ട് സമ്മിലേക്ക് ഈ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സം എന്ന് പറയുന്നത് ഇപ്പോൾ 4 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആഡ് കറണ്ട് നമ്പർ ടു ദ കറണ്ട് സം. ഇപ്പം കറണ്ട് സം പ്ലസ് ഈക്വൽ ടു നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നമ്പർ ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് മാക്സിമം സമ്മാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ നിലവിലുള്ള മാക്സിമം നിലവിലുള്ള കറണ്ട് സമ്മും കമ്പയർ ചെയ്തിട്ട് അതിൽ മാക്സിമം ഉള്ള വാല്യൂ ചെയ്ത് അത് വെച്ച് നമ്മൾ ഇവിടുത്തെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എഴുതാം. update maxi sum if current sum is greater than maxi sum. അപ്പം maxi sum equal to maximum ഫംഗ്ഷൻ ഉപയോഗിക്കാം മാക്സ് ഫംഗ്ഷൻ ഓഫ് maxi sum current sum. അപ്പോൾ ഇതിലെ വില്ല് നോക്കി അത് അപ്ഡേറ്റ് ചെയ്തോളും. അതിനുശേഷം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, മാക്സിമം സമ്മാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞത്. return maxi sum. ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 3 ഗിഫ്റ്റിലും സൊല്യൂഷൻ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്. കാരണം നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഈ സൊല്യൂഷൻ്റെ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ലീക്വിഡ് ക്വസ്റ്റ്യൻസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.